അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷ ഇങ്ങെത്തിക്കഴിഞ്ഞു. പരീക്ഷയ്ക്ക് പൊതുവെ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിങ്ങനെയാണ്. ഇങ്ങനെ ഒരു ചോദ്യം പൊതുവെ നമ്മൾ കാണാറുണ്ട്. നഖറ തർജുമത്തുൽ ഹയാത്ത് വ നുഇദ്ദു ബയാനാത്തു ശഖ്സിയ. നൽകിയിട്ടുള്ള തർജുമത്തുൽ ഹയാത്ത് വായിച്ചിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കണം? ഒരു ബയാനാത്തു ശഖ്സിയ തയ്യാറാക്കണം. ഈ കാണുന്ന ജീവചരിത്രം നമ്മൾ വായിച്ചിട്ട് ഒരു ബയോഡാറ്റ നമ്മളോട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. മറന്നു പോകാതിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മുമ്പ് 6ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നത്. നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: നഖർ തർജുമത്തുൽ ഹയാത്ത് വ നുഇദ്ദു ബയാനാത്ത് ശഖ്സിയ ലി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഒരു ജീവചരിത്രം വായിച്ചിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു ബയോഡാറ്റ തയ്യാറാക്കുവാനുള്ള ഒരു ചോദ്യമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ പാരഗ്രാഫ് നൽകിയിട്ടുള്ള ആ തർജുമത്തുൽ ഹയാത്ത് നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കാം. ഓക്കെ. വുലിദ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബി പോർബന്ദർ ഫി 2 അക്ടോബർ 1869 മീലാദിയ. ഓക്കെ. വാലിദഹു കരംചന്ദ് ഗാന്ധി വ വാലിദതുഹു പുത്ലാബായി സൗജതുഹു കസ്തൂർബ ഗാന്ധി ഷാറക ഗാന്ധി ഫി ഹറകത്തി ഇസ്തിഖ്ലാലിൽ ഹിന്ദ് لقب بأبي الوطن جاهد غاندي لألفة والمساواة بين المسلمين والهندوس عاش عيشة بسيطة توفي غاندي 3 يناير سنة 1948 മീലാദിയ. ഓക്കെ ആണോ? ഈ രീതിയിലുള്ള ഒരു പാരഗ്രാഫാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതേ പാരഗ്രാഫ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. ഇതേ പാരഗ്രാഫ് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ എന്ത് തയ്യാറാക്കുന്നുണ്ട്? ഒരു ബയോഡാറ്റ ഇസ്തിമാറ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. മക്കളെ, ഇവിടെ മുൻ വർഷങ്ങളിൽ ഇത് എനിക്ക് തോന്നുന്നു 2021 ചോദിച്ച ചോദ്യമാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. 2021 ഈ രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ 2021 ഇങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു. ആ ചോദ്യത്തിൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ മാത്രം കണ്ടെത്താനാ പറഞ്ഞത്. എന്തൊക്കെയാ കണ്ടെത്താൻ പറഞ്ഞത്? ഇസ്മുൽ കാമിൽ. എന്താണ്ടാ ഇസ്മുൽ കാമിൽ? യെസ്, ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുൾ നെയിം കണ്ടെത്തണം. ഇസ്മുൽ വാലിദ്, ഫാദറിന്റെ നെയിം, ഫാദേഴ്സ് നെയിം. അത് കഴിഞ്ഞിട്ടോ ഇസ്മുൽ വാലിദത്ത്, മദറിന്റെ പേര്, ഉമ്മയുടെ പേര്. ഉമ്മാന്റെ പേര് കണ്ടെത്തണം. ഇസ്മു സൗജത്ത്, വൈഫിന്റെ പേര് കണ്ടെത്തണം. വൈഫ്, ഭാര്യയുടെ പേര് കണ്ടെത്തണം. താരിഖുൽ മീലാദ്, ജനിച്ച വർഷം കണ്ടെത്തണം, ഡേറ്റ് ഓഫ് ബർത്ത്. ഈ 5 സാധനങ്ങൾ കണ്ടെത്താനാണ് മുൻ വർഷത്തെ ഒരു പരീക്ഷ പേപ്പറിൽ ചോദിച്ചത്. പക്ഷേ ഈ കാണുന്ന ഒരു തർജുമത്തുൽ ഹയാത്ത് വായിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന 5 എണ്ണം മാത്രമല്ല, ഇതിനപ്പുറത്തേക്കും പലതും ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഇനി പരീക്ഷയ്ക്ക് ഇതേ പാരഗ്രാഫ് തന്നിട്ട് ഈ 5 സാധനങ്ങളല്ല ഇതിൽ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ട്? താരിഖുൽ മീലാദ് അധികമായി വരും, മക്കാനുൽ മീലാദ് അധികമായി വരും, ഇസ്മുൽ ലഖബ് അധികമായി വരും, താരിഖുൽ വഫാത്ത്, ഇതൊക്കെ അധികമായിട്ട് ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ എവിടെ നമുക്ക് കാണാൻ പറ്റും? എവിടെ കാണാൻ പറ്റും? ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ തുടങ്ങിയാലോ? തുടങ്ങാം. ഒന്നാമത്തത് ഇസ്മുൽ കാമിൽ. ഇവിടെ എഴുതല്ലേ, ഇതല്ലേ മുഴുവനായിട്ടുള്ളത്? ഇവിടെ എഴുതാ ഇസ്മുൽ കാമിൽ. എന്താണെടാ മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര്? മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേരെന്താ? മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരംചന്ദ് ഗാന്ധി. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇനി നമുക്ക് എന്താ വേണ്ടിയേ? താരിഖുൽ മീലാദ്. എവിടെയാണ് മഹാത്മാഗാന്ധി താരിഖ്, ഡേറ്റ് എന്നാണ്? 1869 ഒക്ടോബർ 2. 1869
1869 ഒക്ടോബർ. ഓക്കെ, മീലാദിയ. അടുത്ത ചോദ്യം, മഖാനുൽ മീലാദ്. എവിടെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധി ജനിക്കുന്നത്? മഹാത്മാഗാന്ധി ജനിക്കുന്നത് എവിടെയാണടാ? യെസ്, പോർബന്ദർ. എവിടെയാ ജനിക്കുന്നത്? പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത്. പോർബന്ദർ. ഓക്കെ, എഴുതാം. പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത്. അടുത്തതായി നമുക്ക് കണ്ടെത്താനുള്ളത് ഇസ്മുൽ വാലിദ്. ഉപ്പാന്റെ പേര് നമ്മൾ കണ്ടെത്തണം. ഉപ്പാന്റെ പേര്, മഹാത്മാഗാന്ധിയുടെ ഉപ്പാന്റെ പേരെന്താ? കരംചന്ദ് ഗാന്ധി. എന്താണ്? കരംചന്ദ് ഗാന്ധി. നമ്മൾ എഴുതുന്നു. കരംചന്ദ് ഗാന്ധി. അടുത്തത് ഇസ്മുൽ വാലിദത്ത്. ഇസ്മുൽ വാലിദത്ത്, ഉമ്മാന്റെ പേരാണ് അടുത്തത് നമ്മളോട് ചോദിച്ചത്. വാലിദത്ത് ഹു പുത്ലി ബായ്. പുത്ലി ബായ്. ഓക്കെ ആണോ? പുത്ലി ബായ്. അടുത്തത് ലഖബ്. ലഖബ് എന്താടാ? ഇവിടെ നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഇതില് ലുഖിബ ബി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അബിൽ വത്തൻ, രാഷ്ട്രപിതാവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നമ്മൾ എഴുതുന്നു അബുൽ വത്തൻ, രാഷ്ട്രപിതാവ്. അടുത്തത് താരീഖുൽ വഫാത്ത്. വഫാത്തായ തീയതിയാണ് ചോദിക്കുന്നത്. എന്നാണ്? 1948 ജനുവരി 30. 1948 ജനുവരി 30. ഓക്കെ ആണോ? ഈ രീതിയിലാണ് നമ്മളിത് ഫില്ല് ചെയ്യേണ്ടത്. ഇതൊക്കെ എവിടെ ഉണ്ടാകും? ഈ ഭാഗത്ത് ഉണ്ടാവും. ഇനി ഇവിടെ നമ്മൾ എഴുതാത്തൊന്ന് വിട്ടുപോയിട്ടുണ്ട്. ഭാര്യയുടെ പേര് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ്, പക്ഷെ നമ്മൾ എഴുതിയില്ല. ഇസ്മു സൗജ്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇപ്പൊ ഞാൻ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ? എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെ കണ്ടെത്താം എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. മക്കൾ നോക്ക്, ഇസ്മുൽ കാമിൽ ഫുൾ നെയിം നമുക്കറിയാം. ഇസ്മുൽ വാലിദ്, ബാപ്പാന്റെ പേര് കണ്ടെത്താൻ, പിതാവിന്റെ പേര് കണ്ടെത്താൻ. നോക്ക്, വാലിദുഹു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കണ്ടോ? വാലിദുഹു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരാളെ പേരുണ്ടാവും. അതാണ് അയാളുടെ പിതാവിന്റെ പേര്, അബ് വാലിദ്. ഇനി നോക്ക്, വാലിദത്ത്. വാലിദത്ത് എന്ന് വെച്ചാൽ മാതാവ്. മാതാവിന്റെ പേര് എങ്ങനെ തുടങ്ങുക? ഇവിടെ നമുക്ക് കാണുന്നുണ്ടല്ലോ, വാലിദത്തുഹു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കണ്ടോ? പുത്ലി ബായ്. ഇനി അതുപോലെ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ് ഇസ്മു സൗജത്താണ്. സൗജത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ, വൈഫ്. വൈഫിന്റെ പേര് നമുക്ക് കണ്ടെത്തണം. നോക്ക്, ഈ സൗജത്ത് എന്ന് പറഞ്ഞ് ഒരു സെന്റൻസ് ആ പാരഗ്രാഫിൽ ഉണ്ടാവും. ആ സൗജത്ത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ സെന്റൻസ് ഏതാ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നോക്ക്, ഇവിടെ കാണുന്നുണ്ടോ? സൗജത്തുഹു. സൗജത്തുഹു എന്ന് പറഞ്ഞിട്ട് ആരെ പേരുണ്ട്? കസ്തൂർബ ഗാന്ധി. കണ്ടോ? സൗജത്തുഹു എന്ന് പറഞ്ഞിട്ട് കസ്തൂർബ ഗാന്ധി എന്നുണ്ട്. ഓക്കെ, നമുക്ക് എഴുതാം. കസ്തൂർബ ഗാന്ധിയാണ് ആരുടെ പേര്? ഭാര്യയുടെ പേര്. ഇനി താരീഖുൽ മീലാദൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പൊന്നാര മക്കളെ, ഈ ഒരു ഫോർമാറ്റ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാമെന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മുമ്പ് ഒരുപാട് തവണ റിവിഷൻ്റെ സമയത്തും മറ്റുമൊക്കെ ഈ ഒരു ഭാഗം പറഞ്ഞാണ്. നോക്ക്, ഇസ്മുൽ കാമിൽ അയാളുടെ പേരായിരിക്കും. ഇസ്മുൽ കാമിൽ ആരെ കുറിച്ചാണോ നമ്മളോട് പറയുന്നത് അയാളായിരിക്കും ഇസ്മുൽ കാമില്. പിന്നെയോ ജനിച്ച സ്ഥലം ഇവിടെ നൽകിയിട്ടുണ്ട്, വർഷം. ഒന്ന് താരീഖാണ്, ഒന്ന് മക്കാനാണ്. മറ്റൊന്ന് വാലിദുഹു എന്നും പറഞ്ഞിട്ട് ബാപ്പാന്റെ പേരുണ്ടാവും, വാലിദത്തുഹു എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ പേരുണ്ടാവും, സൗജത്തുഹു എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ പേരുണ്ടാവും. ഇനി ഒന്നെങ്കിൽ അബൂഹു എന്ന് പറയും, ഉപ്പക്ക് വാലിദിന് പകരം അബൂഹു എന്ന് പറയാറുണ്ട്. പിന്നെയോ അദ്ദേഹത്തിന്റെ മാതാവ് എന്നതിന് പകരം ഉമ്മുഹു എന്ന് പറയാറുണ്ട്. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദ്യം പാരഗ്രാഫിൽ തരാറുണ്ട്. അതിങ്ങനെയാണ്, ലി അബവൈഹിൽ കരീമൈൻ.
ലി അബവൈഹിൽ കരീമൈൻ എന്ന് പറഞ്ഞിട്ട് ബാപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് ഒപ്പരം തരാറുണ്ട്. ഓക്കെ, ലി അബവൈഹിൽ കരീമൈൻ എന്ന് പറഞ്ഞ് കണ്ടാലും അതിൽ നിന്ന് വാലിദിൻ്റെ പേരും വാലിദത്തിൻ്റെ പേരും കണ്ടെത്താൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലഖബ് എല്ലായ്പ്പോഴും ലുഖിബ ബി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരിക. ലുഖിബ പ്ലസ് ബി, അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് നമുക്ക് കാണാൻ പറ്റുക. ഈ രീതിയിൽ ഇതിന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നുണ്ട്, അത് മുഅല്ലഫാത്താണ്. മുഅല്ലഫാത്ത് പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പം എന്ത് ചെയ്യുക, മുഅല്ലഫാത്തും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഇനി മാർക്ക് പോകും എന്ന് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, മാസ്സലാം.